2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFുമായി സഹകരിക്കാൻ ഒരുങ്ങി തിരുവല്ല MLA മാത്യു ടി തോമസ്. നിലവിൽ ജനതാദൾ സെക്യുലർ MLA ആണ് അദ്ദേഹവും കൃഷ്ണൻകുട്ടി, അതായത് ചിറ്റൂർ MLA ആയ കൃഷ്ണൻകുട്ടിയുമാണ് ആകെ JDSലെ 2 MLAമാർ. നിലവിൽ LDFിൻ്റെ കൂടെയാണെങ്കിലും മാത്യു ടി തോമസിന് മന്ത്രിസ്ഥാനം കൊടുത്തില്ലായിരുന്നു. കൃഷ്ണൻകുട്ടിക്കാണ് CPIM കൊടുത്തത്. നിലവിൽ കൃഷ്ണൻകുട്ടിയുമായി നിരവധി കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുള്ള മാത്യു ടി തോമസും JDSലെ നിരവധി അംഗങ്ങളും ചേർന്നുകൊണ്ട് പ്രത്യേകമായി അവരിൽ പാർട്ടിയിൽ സ്പ്ലിറ്റുണ്ടാക്കി കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടെടുക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്. UDFുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഇതിനോടകം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ 2 MLAമാർ മാത്രമുള്ളതുകൊണ്ട് ഒരു MLA UDFുമായി സഹകരിച്ചാലും കൂറുമാറ്റ നിരോധന നിയമം പ്രാബല്യത്തിൽ വരില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് UDFുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ മാത്യു ടി തോമസ് തയ്യാറാകുന്നത്. തിരുവല്ലയിൽ കഴിഞ്ഞ തവണയും മികച്ച രീതിയിൽ അവിടെ പ്രകടനം കാഴ്ചവെക്കാൻ മാത്യു ടി തോമസിനായി എന്നുള്ളതാണ്. ഇതിനു മുമ്പ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെൻറ്റിൽ മത്സരിച്ചിരുന്നു. LDF സ്ഥാനാർത്ഥിയായി തന്നെയാണ് അന്ന് മാത്യു ടി തോമസ് മത്സരിച്ചത്. അന്ന് ജോസ് കെ മാണി UDF സ്ഥാനാർത്ഥിയായിരുന്നു. ജോസ് കെ മാണിയോട് 1,20,000-ഓളം വോട്ടുകൾക്ക് അന്ന് പരാജയപ്പെട്ടെങ്കിലും JDSനെ സംബന്ധിച്ചിടത്തോളം മാത്യു ടി തോമസ് നിർണായക ഘടകം തന്നെയാണ്. അദ്ദേഹം വിട്ടുപോയാൽ LDFിൻ്റെ JDS പങ്ക് അനിശ്ചിതത്വത്തിലാവും. കൃഷ്ണൻകുട്ടിക്ക് മന്ത്രിസ്ഥാനം കിട്ടിയതുപോലും 2 MLAമാർ ഉറപ്പായും ഉള്ളതുകൊണ്ടാണ്. എന്നാൽ ഇനിയും മാത്യു ടി തോമസിന് അതിൽ സഹിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് കൃത്യമായി അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അതിന് കാരണമാകുന്നത് നയങ്ങൾ തന്നെയാണ്. പിണറായി വിജയൻ ഏകാധിപതി പെരുമാറുന്നു എന്നുള്ളത് ആളുകളേറെയായി താൻ വിളിച്ചു പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ്. 1-ാം പിണറായി മന്ത്രിസഭയിൽ കാണാത്തൊരു പ്രത്യേകത ഇപ്പോൾ ഉണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മരുമകനുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്തു ചോദിച്ചാലും അതിനൊന്നും ഉത്തരവില്ല. പകരം വടക്കുപുറത്ത് എന്നുള്ള ശൈലിയാണ് പിണറായിയും കൂട്ടരും അവലംബിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വലിയ തോതിൽ അഴിമതിയുടെ കൂമ്പാരം നിറയുന്ന സാഹചര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു ഫയലും കൃത്യമായി നീങ്ങുന്നില്ല. ജനങ്ങൾക്കിടയിൽ തനിക്ക് പ്രതിബദ്ധതയുണ്ട്. അത് മറന്നുകൊണ്ട് ഒരിക്കലും മുന്നേറാൻ കഴിയില്ല. തിരുവല്ലക്കാരോട് എനിക്ക് വലിയ രീതിയിൽ കടപ്പാടുണ്ട് എന്ന് മാത്യു ടി തോമസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിലവിലെ കാലാവധി കഴിയുന്നതുവരെ LDFിൽ കടിച്ചു പിടിച്ച് തുടരാൻ ശ്രമിക്കുന്നത്. കാരണം തന്നോട് വലിയ രീതിയിൽ സ്നേഹവായ്പുള്ള നിരവധിയായിട്ടുള്ള പ്രാദേശിക CPIM പ്രവർത്തകർ ഉൾപ്പെടെയുണ്ട്. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ കാലഘട്ടം വേണം. ഏതായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇനി LDFുമായി സഹകരിക്കേണ്ടതിൻ്റെ അനിവാര്യതയില്ല എന്നുള്ള തിരിച്ചറിവിലേക്കാണ് മാത്യു ടി തോമസും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് തീർച്ചയായും കൃഷ്ണൻകുട്ടിയെ അവതാളത്തിലാക്കും. കൃഷ്ണൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം LDFിൽ എല്ലാ തരത്തിലുള്ള അഴിമതിയും സഹിച്ചു നിൽക്കാൻ കഴിയും. കാരണം അദ്ദേഹം മന്ത്രി കൂടിയാണ്. എന്നാൽ അങ്ങനെ സഹിച്ചു നിൽക്കേണ്ട ഗതികേട് മാത്യു ടി തോമസിനില്ല എന്നുള്ളത് കൂടി അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്.